ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. മഹിമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സംഭവം നടന്ന ഉടനെ അവളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വേറെ അപകടമൊന്നും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കാണ്. നിങ്ങൾ കൂടെ വന്നോളൂ. ആഹാ, നിനക്ക് ബോധം തെളിഞ്ഞോ? പേടിക്കാനൊന്നുമില്ല. വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. യു വിൽ ബി ഓൾ റൈറ്റ്. എനിക്കറിയാം മാഡം. എന്നെ അപായപ്പെടുത്താനല്ല, എന്നെ ആശുപത്രി വരെ എത്തിക്കാൻ വേണ്ടിയാ ഈ പരിക്ക് അക്ഷരേണ്ടി എനിക്ക് തന്നത്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണം മാഡം. അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാ ഞാൻ അവിടെ നിന്നും പോകുന്നത്. മോളെ, നീ അവിവേകമൊന്നും കാണിക്കരുത്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാ പിന്നെ അതിന്റെ കേസും കൂടി നിന്റെ തലയിലാവും. ഞാൻ എന്തിനും തയ്യാറായിട്ടാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് എന്ത് വില കൊടുത്തും പീതാംബരന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കണം. അതൊക്കെ പോലീസിന്റെ പണിയല്ലേ? ഇപ്പോഴാണെങ്കിൽ മഞ്ജു ജോലിയിൽ തിരിച്ചു കയറി ആ കേസിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ലേ? ചേച്ചി എത്ര പരിഗണന കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഈ കേസിലെ പ്രതി ആദ്യം ഗിരിയേട്ടനാണെന്നും പിന്നെ ഞാനാണെന്നും ഒക്കെ തീരുമാനിച്ചതും ചേച്ചി തന്നെയല്ലേ? സത്യം പുറത്തു വരണമെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങിത്തിരിക്കണം. നീ കേസ് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും ജയിൽ ചാടിയതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. അതിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്തു വഴി? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പൊ ഡോക്ടർ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. നീ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോണം. അതാ എന്റെ അഭിപ്രായം. അവിടെ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ ഡോക്ടർ ഒരിക്കലും എന്നോട് അങ്ങോട്ട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടില്ല. അങ്ങനെ എന്ത് പ്രശ്നം നിനക്കവിടെ ഉണ്ടായത്? ഇങ്ങനെയൊരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ജോർജിനെതിരെ നിങ്ങൾക്ക് പരാതി കൊടുത്തൂടെ? അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ കഴിയേണ്ടത് ആ ജയിലിൽ തന്നെയല്ലേ? ജോർജ് അങ്ങനെ ചെയ്യുന്നവരോട് പകരം വീട്ടും. എല്ലാവർക്കും അയാളെ പേടിയാ ഡോക്ടർ. ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരെ അവിടെ ഞാൻ സുരക്ഷിതയല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്ങനെയാ അവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണവും അതാ. ശരി, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് എന്നോട് പറയണ്ട. ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആദ്യം തന്നെ ഡോക്ടർ എനിക്ക് സാരമായ പരിക്കുണ്ടെന്ന് പറയണം. ഇപ്പോഴൊന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നും പറയണം. അത് എനിക്കിവിടെ കുറച്ചുകൂടി സമയം കിട്ടാൻ വേണ്ടിയാ. എനിക്ക് പരിക്ക് പറ്റിയെന്നറിഞ്ഞാ ഉറപ്പായിട്ടും ചേച്ചി ഓടിയെത്തും. ചേച്ചി ആശുപത്രിയിലുണ്ടെങ്കിൽ എന്നെ തടയാൻ ഉറപ്പായിട്ട് ശ്രമിക്കും. ഈ അവസ്ഥയിൽ ചേച്ചി എന്റെ പുറകെ ഓടാനോ പിടിക്കാനോ ശ്രമിച്ച അത് കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ഒഴിവാക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ ജയിലിൽ വെച്ചടിച്ചത് അക്കമ്മ എന്ന സ്ത്രീയാണെന്നും തലയിൽ ഇഞ്ചുറി ഉണ്ടെന്നും ചേച്ചിയോട് പറയണം. ഞാൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് കേൾക്കുമ്പോ ചേച്ചി ദേഷ്യത്തിൽ അക്കമ്മയെ കാണാൻ ജയിലിലേക്ക് പോണം. ചേച്ചി ഇവിടുന്ന് പോകുന്ന സമയം കൊണ്ട് എന്റെ കൂട്ടുകാർ ഇവിടെ എത്തും. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കോളും. അല്ല, മുകുന്ദനെ ഇതെല്ലാം അറിയിക്കണ്ടേ? വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് നിയമവിരുദ്ധമായ കാര്യമാ. അതില് വക്കീലിനെ ഉൾപ്പെടുത്താതിരിക്കുന്നതാ നല്ലത്. അദ്ദേഹം മജിസ്ട്രേറ്റ് ആവാനുള്ളതാ. ഭർത്താവിനോട് ഭയങ്കര സ്നേഹമാണല്ലേ? ആ പിന്നെ ഡോക്ടറെ, എന്നെ കാണാൻ ആരെയും അകത്തേക്ക് വിടണ്ട.